അപ്പോൾ നമ്മൾ മാത്സിൻ്റെ മൂന്നാമത്തെ വീഡിയോ ക്ലാസ് ആണിത്. അപ്പോൾ നിങ്ങൾ നോക്കുക, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചത് റേഷ്യോസ് ആയിരുന്നു. അതായത് ട്രയാങ്കിൾസിൻ്റെ ആംഗിൾസ് 30, 60, 90 ആണെങ്കിൽ അതിൻ്റെ റേഷ്യോസ് 1:√3:2. അതായത് 30 കോമ്പോസിറ്റ് 1 ആണ്, 60 കോമ്പോസിറ്റ് √3 ആണ്, 90 കോമ്പോസിറ്റ് 2 ആണ്. ഓക്കെ, അതുപോലെ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? 45, 45, 90 ആണെങ്കിൽ അതിൻ്റെ റേഷ്യോ എന്തായിരുന്നു? 1:1:√2 ആയിരുന്നു. ഈ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചത്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസും ചെയ്തു. ഓക്കെ, എന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഈ ട്രിഗണോമെട്രി എന്നുള്ള ചാപ്റ്റേഴ്സിൻ്റെ ശരിയായ ടോപ്പിക്കിലേക്ക് നമ്മൾ പോവുകയാണ്. ന്യൂ മെഷർ ഓഫ് ആംഗിൾസ്. ഓക്കെ, ന്യൂ മെഷർ ഓഫ് ആംഗിൾസ് നോക്കാം. നമുക്കറിയാം, ഇവിടെയും കൊടുത്തിരിക്കുന്ന 3 ട്രയാങ്കിൾസിൽ എന്ത് ഈക്വലാണ്? 3 ട്രയാങ്കിളിൻ്റെയും ആംഗിൾ ഈക്വലാണ്. എന്തിൽ മാത്രം മാറ്റമുള്ളൂ? അതിൻ്റെ സൈസിൽ മാറ്റമുണ്ട്. അതായത് ഇത് സ്മോൾ ട്രയാങ്കിൾ ആണ്, ഇത് മീഡിയം, ഇത് ലാർജ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? ഈ ട്രയാങ്കിളിൽ 30 എന്നുള്ള ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ്? 1 ആണ്. അതിൻ്റെ റേഷ്യോ 1 ആണ് അല്ലേ? ഓപ്പോസിറ്റ് സൈഡ്, അതായത് AB. 30 എന്നുള്ള ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാണ്? ഹൈപ്പോട്ന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുകയാണ്. 30 എന്നുള്ള ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, അതായത് ഹൈപ്പോട്ന്യൂസ് ഏതാണ്? BC അല്ലേ? AB/BC. എന്താണ് കിട്ടുക? AB/BC. AB എത്രയായിരുന്നു? ഇവിടെ AB 1 ആണല്ലേ? 1/BCയോ? 1/2. ക്ലിയർ ആണല്ലോ. ഇനി ഇവിടെ നോക്കുക, 30 എന്നുള്ള ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് പേര് കൊടുക്കുകയാണെങ്കിൽ PQR. ഓക്കെ, 30 എന്നുള്ള ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? PQ ആണല്ലോ. അപ്പോൾ PQ അതിനെ ഹൈപ്പോട്ന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം, QR. ഇവിടെ എന്തിനാണ് ആൻസർ കിട്ടുക? 1/2. ക്ലിയർ അല്ലേ? 1/2. ഇവിടെ നമുക്ക് അത് തന്നെ നോക്കാം. ഇവിടെ നമുക്ക് 30 എന്നുള്ള ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? ഓപ്പോസിറ്റ് സൈഡ് X/Y. ഓക്കെ ആണല്ലോ, സോറി, XY. ഓപ്പോസിറ്റ് സൈഡ് XY. അതുപോലെ ഹൈപ്പോട്ന്യൂസോ YZ അല്ലേ? അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുമ്പോൾ XY/YZ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. ഈ 3 ഫിഗറിലും ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എത്രയാണ്? 1/2 ആണ്. ഇവിടെ 1/2 ആണ്, ഇവിടെ 1/2 ആണ്, ഇവിടെ 1/2 ആണ്. അതായത് ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് സെയിം ആണെങ്കിൽ ഒരു ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആൻസർ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഓക്കെ ആണല്ലോ. ഇവിടെ എല്ലായിടയ്ക്കും ഇങ്ങനെ സെയിം വാല്യൂ കിട്ടുകയാണ്. നമ്മളിപ്പോൾ എത്ര ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാലും ആംഗിൾ 30, 60, 90 ആണെങ്കിൽ, എത്ര ട്രയാങ്കിൾ വരച്ചാലും ആംഗിൾ 30, 60, 90 ആണെങ്കിൽ 30യുടെ ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ സെയിം ആണ്. അത് എത്രയാണ്? 1/2 ആണ്. ഇങ്ങനെ സെയിം ആയതുകൊണ്ട് തന്നെ 30യുടെ കേസിൽ മാത്രമല്ല, ഏത് കേസിൽ നമ്മൾ ചെയ്ത് നോക്കി കഴിഞ്ഞാലും സെയിം ആണ് കിട്ടുക. ഓക്കെ, എങ്ങനെ സെയിം? ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരേ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സെയിം ആവുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? അതിനൊരു പേര് വിളിക്കുകയാണ്. ആ പേരാണെന്ത്? സൈൻ. ഓക്കെ ആണല്ലോ. എന്താണ് സൈൻ? ഒരു ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആൻസർ ആണെന്ത്? സൈൻ. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് പറയാം? സൈൻ 30 ആണെന്ത്? 1/2. ഇവിടെ എന്ത് തന്നെയാണ്? സൈൻ 30 അല്ലേ? എല്ലായിടയ്ക്കും സെയിം ആണ്. അതുകൊണ്ട് നമ്മൾ പൊതുവെ ഒരു പേര് വിളിച്ചു, സൈൻ എന്നാണ്. സൈൻ 30 എത്രയാണെന്ന് പറയുന്നത്? നമുക്ക് 1/2 ആണ്. സൈൻ 30 = 1/2. ക്ലിയർ ആണല്ലോ, ഡൗട്ട് ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു ട്രയാങ്കിൾ എടുത്തു, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുത്തു. അതിൻ്റെ ഒരു ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടുന്ന ആൻസർ സെയിം ആണ്. അതിന് നമ്മൾ എന്ത് വിളിച്ചു? സൈൻ എന്ന് വിളിച്ചു. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? അഡ്ജസൻറ്റ് സൈഡിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം? ഹൈപ്പോട്ന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. ഈ 30 എന്നുള്ള ആംഗിളിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് ഏതാണ്? ഓപ്പോസിറ്റ് ഇതാണെന്ന് അറിയാം. അഡ്ജസൻറ്റ് അടുത്ത് കിടക്കുന്ന സൈഡ് അല്ലേ? ഈ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഇത് ഓപ്പോസിറ്റ് ആണ്, 30യുടെ ഓപ്പോസിറ്റ് ആണ്, ഇത് 30യുടെ അഡ്ജസൻ്റ് ആണ്, ഇതെന്താണ്? ഹൈപ്പോട്ന്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ അഡ്ജസൻറ്റ് ഏതാണ് വരിക? അഡ്ജസൻറ്റ് AC. ഹൈപ്പോട്ന്യൂസ് BC. എന്താ അഡ്ജസൻറ്റ്? ലെങ്ത് എത്രയായിരുന്നു? √3. അതിൻ്റെ റേഷ്യോ √3 ആണ്.
ഹൈപ്പോട്ടന്യൂസ് 2 √3/2. ഇവിടെ 13 അഡ്ജസൻറ്റ് അതും √3 അല്ലേ, PR ഹൈപ്പോട്ടന്യൂസ് QR സമം എന്താ കിട്ടുക √3/2. ഇവിടെ അതിന് അടുത്ത് നോക്കാം 30യുടെ അഡ്ജസൻറ്റ് ഏതാണ് വരിക XZ അല്ലേ, ഹൈപ്പോട്ടന്യൂസോ YZ ഈക്വൽ ടു XZ എത്രയാണ് √3 ബൈ ഹൈപ്പോട്ടന്യൂസ് 2 √3/2 ഡൗട്ടില്ലല്ലോ. അപ്പം നമുക്ക് ഇവിടെ മൂന്ന് ട്രയാങ്കിളിൻ്റെ കേസിൽ നമ്മൾ ചെയ്ത് നോക്കിയത് ഒരു ആംഗിളിൻ്റെ അഡ്ജസൻറ്റ് സൈഡിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കി, ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കി. കിട്ടുന്ന ആൻസർ എന്താണ്, മൂന്നടുക്കയും സെയിം ആണ്. ക്ലിയർ ആണല്ലോ. നമ്മൾ മൂന്നല്ല എത്ര ട്രയാങ്കിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ആംഗിൾ സെയിം ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആൻസർ സെയിം ആയിരിക്കും. അതുപോലെ അഡ്ജസൻറ്റ് നമ്മളിപ്പോൾ ഏത് ട്രയാങ്കിൾ എടുത്താലും അഡ്ജസൻറ്റ് സൈഡിനെ ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആൻസർ ആണെന്ത്, അതിനെ വിളിക്കുന്ന പേരാണ് സൈൻ. അതുപോലെ അഡ്ജസൻറ്റ് സൈഡിനെ ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആൻസർ ആണെന്ത്, അതിനെ വിളിക്കുന്ന പേരാണ് കോസ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെ അഡ്ജസൻറ്റ് സൈഡിനെ ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആൻസർ സെയിം ആയതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് കോസ്. അതുപോലെ ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആൻസർ സെയിം ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സൈൻ. ഓക്കെ, നമുക്ക് ഒന്നുകൂടി പഠിക്കാനുണ്ട്. അത് ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് അങ്ങോട്ടാണ് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഭാഗത്ത് തന്നെ അത് പഠിക്കാം. ഓക്കെ, അതായത് നമ്മളിപ്പം പഠിച്ചെന്തായിരുന്നു, ഓപ്പോസിറ്റ് സൈഡിന് ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആൻസർ സൈൻ ആണ്. അഡ്ജസൻറ്റ് സൈഡിന് ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആൻസർ കോസ് ആണ്. ഇനി നമുക്ക് എങ്ങനെയും പറയാം, ഓപ്പോസിറ്റ് സൈഡിന് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം, അഡ്ജസൻറ്റ് സൈഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതിനെ വിളിക്കുന്ന പേരാണെന്ത്, ടാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് വേറൊരു ഫിഗർ വരച്ച് നോക്കാം. അപ്പോൾ നോക്കാം, നമ്മൾ പറഞ്ഞത് സൈന് കോസ് ടാനിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാനൊരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് 30, 60, 90 കേസ് മാത്രമേ പറഞ്ഞത്. നമ്മളിപ്പം സൈൻ 30 എത്രയാണെന്ന് അറിയാം, നമുക്ക് സൈൻ 60 എത്രയാണെന്ന് അറിയാം. ഓക്കെ, നമ്മൾ സൈൻ 30, 60 മാത്രമല്ല ഏതൊരു ആംഗിൾ വന്നു കഴിഞ്ഞാലും, അതായത് 0 to 90 ഇടയ്ക്ക് ഏത് ആംഗിൾ വന്നു കഴിഞ്ഞാലും കണ്ടുപിടിക്കാൻ നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അതെങ്ങനെയാണെന്ന് നോക്കാം. അവിടെ കാണുന്ന നമ്മൾ നേരത്തെ സൈൻ 30 കിട്ടിയിട്ടുണ്ടായിരുന്നു, കോസ് 30 കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ബാക്കിയുള്ള വിലകളൊക്കെ നമുക്ക് തരും. അതുപോലെ ടെസ്റ്റ് നിങ്ങൾ നോക്കുവാണെങ്കിൽ ടെസ്റ്റിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് 0 മുതൽ 90 വരെയുള്ള എല്ലാ വിലകളും ഉണ്ടാവും. സൈൻ, കോസ്, ടാൻ എന്നീ 0 മുതൽ 90 വരെയുള്ള എല്ലാ വിലകളും അതിൻ്റെ ബാക്കിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അതെങ്ങനെ വരുന്നതെന്നൊക്കെ നോക്കാം. നമ്മൾ പറഞ്ഞത് സൈൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണെന്ത്, സൈൻ. ഓപ്പോസിറ്റ് സൈഡിനെ ഒരു ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണെന്ത്, സൈൻ. അതായത് ഇവിടെ നമുക്ക് സൈൻ ബി എന്ന് പറയാം അല്ലേ, സൈൻ ബി. ഓക്കെ, ഇവിടെ ഈ ആംഗിളിനെ കുറിച്ചാണെങ്കിൽ സൈൻ ബി ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ആംഗിൾ ബി ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. എന്താണ് സൈൻ, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ സൈൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി എന്നുള്ള ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണെന്ത്, സൈൻ. അങ്ങനെയാണ് കോസ് എന്താണ്, കോസ് ബി ഒന്ന് പറഞ്ഞേ. നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ കോസ് ബി എന്തായിരുന്നു, അഡ്ജസൻറ്റ് സൈഡ് അല്ലേ, അഡ്ജസൻറ്റ് സൈഡ് ഓഫ് ആംഗിൾ ബി ബൈ ഹൈപ്പോട്ടന്യൂസ്. എന്താണ് കോസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ഓഫ് ആംഗിൾ ബി ബൈ ഹൈപ്പോട്ടന്യൂസ്. നെക്സ്റ്റ് പഠിക്കാനുള്ളത് ടാൻ ആണ്. എന്താണ് ടാൻ? ടാൻ ബി സമം ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ആംഗിൾ ബി
by adjacent side of angle B. Adjacent side of ഇതാണ് 3 ഇമ്പോർട്ടൻറ്റ് റിസൾട്ട് ആണ്. 6 പഠിക്കാനുണ്ട്, പക്ഷെ നമ്മൾ 10th 3 പഠിക്കാനുള്ളൂ. പിന്നെ അങ്ങോട്ട് +1 +2 ഒക്കെ എത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ സൈന്, കോസ്, ടാൻ ഒന്നുകൂടി നോക്കാം. സൈൻ ബി ഈക്വൽ ടു ഒപ്പം പറഞ്ഞേ സൈൻ ബി ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ആംഗിൾ ബി ബൈ ഹൈപ്പോട്ടന്യൂസ്. സൈൻ ബി ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ആംഗിൾ ബി ബൈ ഹൈപ്പോട്ടന്യൂസ്. കോസ് ബി ഈക്വൽ ടു adjacent side of angle B by hypotenuse. Cos B adjacent side of angle B by hypotenuse. Tan B equal to opposite side of angle B by adjacent side of angle B. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ പഠിച്ച സൈൻ 30, കോസ് 30, ടാൻ 30 എന്നീ വിലകളുണ്ടല്ലോ, അതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നേരത്തെ ചെയ്ത് ഓർമ്മയുണ്ടാവും. സൈൻ 30 എങ്ങനെയാണ് ചെയ്തതെന്ന് ഓർമ്മയുണ്ടാവും. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ചോദ്യം എഴുതിക്കോ. Find the value of sin 30, cos 30 and tan 30 and tan 30. ഇത് കണ്ടുപിടിക്കണം. ഓക്കെ, ചെയ്തുതരാം. നിങ്ങൾ അറിയുന്ന കുട്ടികൾ, നേരത്തെ പറഞ്ഞതാണ്, അറിയുന്ന കുട്ടികൾ ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുക കേട്ടെ. അല്ലാത്ത കുട്ടികൾ ഇങ്ങോട്ട് നോക്കുക. അറിയുന്ന കുട്ടികൾ എന്ത് ചെയ്യുക, വീഡിയോ പോസ് ചെയ്യുക. എന്നിട്ട് അതിനുശേഷം മാത്രം നോക്കിയാൽ മതി. ഇല്ലാത്ത കുട്ടികൾ ശ്രദ്ധിക്കുക. നോക്കുക, 30, 60, 90 എന്നുള്ള ഒരു ട്രയാങ്കിൾ വരച്ചു. ഇതിൻ്റെ റേഷ്യോ എങ്ങനെയായിരുന്നു? 1:√3:2 ആണ്. 1:√3:2 ആണെന്ന് അറിയാം. ഓക്കെ, ഇനി പറഞ്ഞേ സൈൻ 30. നമുക്ക് സൈൻ 30 കണ്ടുപിടിക്കണം. സൈൻ 30 ഈക്വൽ ടു ഒന്ന് പറഞ്ഞേ, സൈൻ 30 എങ്ങനെ കണ്ടുപിടിക്കാം? സൈൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ആൻസർ ആണെന്ത്, സൈൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? സൈൻ 30യുടെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണത്? എ ബി അല്ലേ? എ ബി ആണല്ലേ, എ ബി. സോ എ ബി ബൈ ഹൈപ്പോട്ടന്യൂസ് എന്താണ്? ബി സി. എ ബി ബൈ ബി സി ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബി എത്രയാണ്? 1/2. എ ബി 1/2 കിട്ടി. ഇനി കോസ് 30 നോക്കുക. കോസ് 30 എന്താണ്? കോസ് 30 കോസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അഡ്ജസന്റ് സൈഡിനെ ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണെന്ത്? കോസ് 30. ഓക്കെ, അപ്പോൾ അഡ്ജസന്റ് സൈഡ് ഏതാ? 30യുടെ അഡ്ജസന്റ് സൈഡ് ഇതല്ലേ, ഇതാണ് അഡ്ജസന്റ് സൈഡ്. അപ്പോൾ എന്താ കിട്ടുക? എ സി അല്ലേ, എ സി. അഡ്ജസന്റ് സൈഡ് എ സി ആണ്. എ സി ബൈ ഹൈപ്പോട്ടന്യൂസ് ഏതാണ്? ഹൈപ്പോട്ടന്യൂസ് ബി സി ആണ്. എ സി ബൈ ബി സി ദാറ്റ് ഈസ് ഈക്വൽ ടു ബി. എ സി എത്രയാണ്? √3 അല്ലേ. സോ √3 ബൈ ബി സി 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു? സൈൻ 30 കിട്ടിക്കഴിഞ്ഞു, കോസ് 30 കിട്ടിക്കഴിഞ്ഞു. ടാൻ 30യോ? ടാൻ 30 ടാൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ആംഗിൾ 30 ബൈ അഡ്ജസന്റ് സൈഡ് ഓഫ് ആംഗിൾ 30 ആണ്. അപ്പോൾ 30യുടെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? എ ബി അല്ലേ, എ ബി ആണ്. എ ബി ബൈ അഡ്ജസന്റ് സൈഡ് ഏതാ വരുന്നത്? 30യുടെ അഡ്ജസന്റ് സൈഡ് എ സി ആണ്. എ ബി ബൈ എ സി ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബിയുടെ റേഷ്യോ എത്രയായിരുന്നു? 1 ആണ്. എ സിയോ? √3. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു? ടാൻ 30 ഈക്വൽ ടു 1/√3. സൈൻ 30 ഈക്വൽ ടു 1/2. കോസ് 30 ഈക്വൽ ടു √3/2. ടാൻ 30 ഈക്വൽ ടു 1/√3. അപ്പോൾ നമ്മൾ 30യുടെ കേസ് ചെയ്തു. ഓക്കെ ആണല്ലോ. ഇതൊക്കെ പഠിക്കേണ്ട നമ്മളിപ്പം ഈ ഭാഗത്ത് 9 വില പഠിക്കാനുണ്ട്. 9 വില നമുക്ക് വരച്ചു നോക്കിക്കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റും. എന്നാലും 9 വില പഠിക്കുന്നത് നല്ലതായിരിക്കും. ചെയ്യാൻ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. എക്സാമിനൊക്കെ വന്നു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ 9 വില പഠിക്കണം. അതിൽ 30 വെച്ചിട്ട് 3 എണ്ണം പഠിച്ചു, 60 വെച്ചിട്ട് 3 എണ്ണം ഉണ്ടാവും, പിന്നെ 45 വെച്ചിട്ട് 3 എണ്ണം. ഓക്കെ, ഇതാണ് കാര്യമായിട്ട് പഠിക്കാനുള്ള വില. വലിയ ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ പഠിക്കാനുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഇത്രയും പഠിക്കുക. ഒന്ന് പറഞ്ഞേ, സൈൻ 30 എന്താണ്? സൈൻ 30 1/2. ഒന്ന് പറഞ്ഞേ, സൈൻ 30 1/2. കോസ് 30 √3/2. കോസ് 30 √3/2. ടാൻ 30 എന്താണ്? 1/√3. ഓക്കെ ആണല്ലോ. യെസ്, ഇനി നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് 60യുടെ നോക്കാം. 60യുടെ നോക്കാം. ചോദ്യം എഴുതിക്കോ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ
60 cos 60 and tan 60 and tan 60. ഇതേപോലെ കണ്ടുപിടിക്കാലോ. എന്നാൽ നിങ്ങൾ ചെയ്തോ. വീഡിയോ പോസ് ചെയ്യുക, നിങ്ങൾ ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഇങ്ങോട്ട് നോക്കുക. ഓക്കെ, യെസ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുന്ന ഇരിക്കുന്നത് ഞാൻ ചെയ്തു തരാം. എന്തായാലും sin 60 ഈക്വൽ ടു, ഇവിടെ 60 നോക്കുക, sin 60 എന്നല്ലേ പറഞ്ഞേ. അപ്പോൾ 60യുടെ ഓപ്പോസിറ്റ് ആണ് വേണ്ടത്. സൈൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഇവിടെ ഏത് ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്? 60ൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് അല്ലേ. 60ൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്. അപ്പോൾ 60ൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാ വരുന്നത്? എ സി ആണ് അല്ലേ. അപ്പോൾ എ സി ബൈ ഹൈപ്പോട്ടന്യൂസ് ബി സി, എ സി ബൈ ബി സി, ദാറ്റ് ഈസ് ഈക്വൽ ടു, എ സി എത്രയാണ്? √3 ആണ് അല്ലേ. എ സി √3 ആണ്. √3 ബൈ ബി സിയോ? ബി സി 2. അപ്പോൾ sin 60 എന്ത് കിട്ടിക്കഴിഞ്ഞു? √3/2. നെക്സ്റ്റ് cos 60 നോക്കാം. cos 60 ഒന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് എന്താ cos 60 കിട്ടിയത്? ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവല്ലോ. എന്താ cos 60 കിട്ടിയേ? എങ്ങനെ ചെയ്യാം? cos 60, 60യുടെ അഡ്ജസൻറ്റ് സൈഡ് അല്ലേ. 60യുടെ അഡ്ജസൻറ്റ് സൈഡ് ഏതാണ്? അഡ്ജസൻറ്റ് സൈഡ് 1 ആണല്ലേ, അല്ലെങ്കിൽ എ ബി ആണ്. അപ്പോൾ എ ബി ബൈ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ഏതാണത്? ബി സി. എ ബി ബൈ ബി സി, ദാറ്റ് ഈസ് ഈക്വൽ ടു, എ ബി എത്രയാണ്? റേഷ്യോ 1 ആണല്ലേ. 1 ബൈ ബി സി എത്രയാണ്? 2. 1/2. ലാസ്റ്റ് വൺ tan 60 പറഞ്ഞ. tan 60 എന്താണ്? tan 60 ഈക്വൽ ടു, tan എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ്. സോ tan 60യുടെ ഓപ്പോസിറ്റ് സൈഡ് എ സി ആണല്ലേ. എ സി ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്താണത്? എ ബി ആണ്. tan 60യുടെ ഓപ്പോസിറ്റ് സൈഡ് ഇത് അഡ്ജസൻറ്റ് സൈഡ്. സോ എ സി ബൈ എ ബി, ദാറ്റ് ഈസ് ഈക്വൽ ടു, എ സി എത്രയാണ്? എ സി വരുന്നത് √3 ബൈ എ ബി 1, √3/1, ദാറ്റ് ഈസ് ഈക്വൽ ടു √3. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം പഠിച്ചത് ഒന്ന് പറഞ്ഞേ. sin 60 √3/2, cos 60 1/2, cos 60 1/2, tan 60 √3/1 or √3. ക്ലിയർ ആണല്ലോ. എന്ന് നമുക്ക് നോക്കേണ്ടത് ഏതാണ്? 45ൻ്റെ കേസാണ്. sin 60 cos 60 tan 60 നമ്മൾ ചെയ്തു. ഇനി നമുക്ക് നോക്കേണ്ടത് sin 45 cos 45 tan 45. നോക്കാം നമുക്ക്. നോക്കാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് sin 45 cos 45 and tan 45. ഒന്ന് ചെയ്തു നോക്കിയേ. പല കുട്ടികൾക്ക് അറിയാൻ പറ്റും. ഒറ്റയ്ക്ക് ചെയ്തോ. ഇല്ലാത്ത കുട്ടികൾ ഇങ്ങോട്ട് നോക്കുക. ഓക്കെ, ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് നോക്കിയാൽ മതി. ഇല്ലാത്ത അറിയുന്ന കുട്ടികൾ എ ബി സി, പിന്നെ 90 ഡിഗ്രി, ഇത് 45 ഡിഗ്രി. ഒന്ന് റേഷ്യോ പറഞ്ഞേ. റേഷ്യോ 1:1:√3. സോറി, 1:1:2. 1:1:2. ഓക്കെ, എന്താണ് sin 45? sin 45 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഓഫ് 45 ഏതാണ്? ബി സി അല്ലേ. ബി സി ബൈ hypotenuse AC, that is equal to 1/√2. cos 45 equal to adjacent side of angle 45, adjacent side AB അല്ലേ. AB by hypotenuse AC, that is equal to, here AB ratio of the side AB equal to 1. Therefore, cos 45 equal to 1 by ratio of the side AC equal to √2. So, 1/√2. That is, we get sin 45 equal to 1/√2 and cos 45 also equal to 1/√2. Now, we find the value of tan 45. Tan 45.
എന്താണ് ടാൻ? ടാൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയാം, നമുക്കറിയാലോ എന്താണ് ടാൻ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ adjacent side. Opposite side by adjacent side. That is opposite side BC. So, opposite side of angle 45 equal to BC. That is BC by adjacent side AB. Adjacent side AB. That is equal to BC. BC ratio 1 ആണ്. So 1 by AB 1 by 1. That is equal to 1. ഓക്കെ ആണല്ലോ. tan 45 സോറി sin 45 1 by root 2, cos 45 1 by root 2, tan 45 1 by 1. That is equal to 1. അപ്പോൾ നമുക്ക് ഈ 9 വിലയും കിട്ടി. നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് ടേബിൾ ചെയ്യാം. ഓക്കെ ഓക്കെ നോക്കാം. നമുക്ക് ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട് 30 ഡിഗ്രി 45 ഡിഗ്രി 60 ഡിഗ്രി. ഓക്കെ സൈൻ 30 നമുക്ക് കിട്ടിയിട്ടുണ്ട്. സൈൻ 30 എന്തായിരുന്നു ഒന്ന് പറഞ്ഞേ, ഇങ്ങനല്ലേ ഫിഗർ ഉള്ളത്, ഒന്ന് പറഞ്ഞോ. സൈൻ 30 ഈക്വൽ ടു നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും, നോട്ട്ബുക്കിൽ എഴുതിയിട്ടുണ്ടാവും. സൈൻ 30 ഈക്വൽ ടു 1/2. സൈൻ 45 ഈക്വൽ ടു 1/√2. സൈൻ 60 ഈക്വൽ ടു √3/2. ഓക്കെ അതേപോലെ cos 30 ഈക്വൽ ടു √3/2. cos 45 ഈക്വൽ ടു 1/√2. cos 60 equal to 1/2 and tan 30 equal to 1/√3. tan 45 equal to 1. tan 30 equal to √3. അപ്പോൾ ഇത്രയും വില നിങ്ങൾ പഠിക്കുന്നത് നല്ലതായിരിക്കും. ഒന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ ടേബിൾ ആക്കി മാറ്റിയേക്കാം. ഓക്കെ യെസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് വെച്ചിട്ടുള്ള കുറച്ച് കണക്ക് ചെയ്ത് നോക്കാം. ഓക്കെ